Sorry ass DJ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഒരു 2 ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ചെറുതായിട്ട് ഫോണൊന്ന് ക്രാക്കായി, പിന്നെ അതുകൊണ്ട് ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നത് ഇന്ന് തൊട്ട് ഒരു 2 വീഡിയോ ഒക്കെ കാണത്തുള്ളൂ ഒരാഴ്ച. അപ്പം അതിനിപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുന്നു, കാരണം വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല, കാരണം സ്ക്രീനൊക്കെ ഒന്ന് ക്രാക്കായി നിർത്തിയാണ്. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഡിലീറ്റായ ഒരു മെസ്സേജ് വായിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇതിനാദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പേര് Whatsremoved എന്നാണ്. ജസ്റ്റ് Whatsremoved എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കണ്ടു ഫ്രണ്ട്സ്, Whatsremoved, പിന്നെ ഒരു പ്ലസ് മാർക്കും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമ്മുടെ Whatsremoved ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അവരാദ്യം തന്നെ നമ്മളോട് അവരുടെ ഡിവൈസിന് ആക്സസ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അവരുടെ ആപ്പിന് ആക്സസ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കും. നമ്മൾ ആക്സെപ്റ്റ് അടിച്ചു കൊടുക്കുക. കഴിഞ്ഞിട്ട് നേരെ സെറ്റിങ്സിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് Whatsremoved എടുത്ത് കഴിയുമ്പോൾ ചോദിക്കണം നമുക്ക് എന്തിലൊക്കെയാണ് നമ്മുടെ ഡിലീറ്റഡ് മെസ്സേജസ് വായിക്കണമെന്ന്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി നേരെ എടുക്കും ഫ്രണ്ട്സ്, ഒത്തിരി ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, എല്ലാത്തിനും അലോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും സേവ് ഫയൽസ്ന്ന് ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്തില്ലെങ്കിൽ അത് ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒത്തിരി നമുക്ക് ആപ്സ് കാണാൻ പറ്റും. നമ്മൾ ആക്സസ് കൊടുത്തേക്കുന്ന ആപ്സ് കേക്ക്, സൂം, ബ്രീഫിംഗ്, വേൾഡ്, ബുക്സ്, മ്യൂസിക് ഡൗൺലോഡ്, മിനിമിൻഷ്യ, അങ്ങനെ ഒത്തിരി കാണാം ഫ്രണ്ട്സ്. എനിക്ക് പ്രത്യേകിച്ച് വേണ്ടത് വാട്സപ്പാണ്. വാട്സപ്പിലാണ് എനിക്ക് എല്ലാവരും ഡിലീറ്റ് ആകാത്ത മെസ്സേജസ് ഒന്ന് വായിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ വാട്സപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുവാണ്, ഒരു സെൻറ്റൻസ് അവൻ എഴുതിയിട്ട് അവന് പെട്ടെന്ന് ഡിലീറ്റ് ആക്കാൻ വേണ്ടി. അവനത് ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ അത് ഇവിടെ നോട്ടിഫിക്കേഷൻ അപ്പിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് ഷമീം എന്ന് പറയുന്ന ഒരുത്തൻ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ഇട്ടേക്കുന്നതെന്ന്. നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് Whatsremoved ജസ്റ്റ് ഒന്ന് പോവാം. കഴിഞ്ഞിട്ട് വാട്സപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പം നമ്മുടെ ഷമീമിൻ്റെ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് കാണാം. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തത് അവൻ എഴുതിയേക്കുന്ന റിയൽ ആയിട്ട് എഴുതിയേക്കുന്നത് എന്താണെന്നാണ്. അപ്പം അവൻ എഴുതിയേക്കുന്ന ചുമ്മാ ഞാൻ അവനോട് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതാൻ അവൻ ഇതാ എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു വാക്ക് ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ആക്കിയേക്കുന്ന ഓഡിയോയും കേൾക്കാം ഫ്രണ്ട്സ്. ഇപ്പം ഡിലീറ്റ് ആക്കിയേക്കുന്ന ഓഡിയോയും നമുക്കിതുപോലെ തന്നെ കേൾക്കാവുന്നതാണ്. ഞാനിപ്പം അവനോട് ഓഡിയോ ഒന്ന് അയക്കാൻ ചോദിച്ചിട്ടില്ല. നമുക്ക് ഓഡിയോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓഡിയോ കിടപ്പുണ്ട് ഡിലീറ്റ് ആക്കിയത്. ഞാൻ അവനോട് പറഞ്ഞ് ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, Whatsremoved എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് പോയി കയറി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു രസമല്ലേ, അയാളെ അറിയാണ്ട് അയച്ചാണെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അടിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.